ഏവർക്കും ക്ഷേത്രപ്പെരുമയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കാണിക്കുന്ന ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സാത്വികം ചാനലിൻ്റെ ഫേസ്ബുക്ക് പേജായ നമ്മുടെ ക്ഷേത്രങ്ങളുടെ ലോഗോയിൽ ആലേഖനം ചെയ്തിട്ടുള്ള പന്തളം മഹാദേവർ ക്ഷേത്രമാണ് ഇന്ന് പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ പന്തളം ടൗണിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് മാറി അച്ചൻകോവിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പന്തളം മഹാദേവർ ക്ഷേത്രം. ഈ ക്ഷേത്രം ഖരമുനിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. പന്തളം ജംഗ്ഷനിൽ എത്തി അവിടെ നിന്ന് 3 കിലോമീറ്റർ പടിഞ്ഞാട്ട് സഞ്ചരിച്ച് അറത്തിൽ ജംഗ്ഷനിൽ എത്തി അവിടെ നിന്ന് വലത്തോട്ട് 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ ക്ഷേത്രസന്നിധിയിൽ എത്താം. പ്രകൃതിജന്യമായ മുക്കാൽവട്ട പ്രദക്ഷിണ വഴിയുള്ള ഏക മഹാദേവ ക്ഷേത്രമാണ് പന്തളം മഹാദേവർ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഈശാന കോണിൽ അച്ചൻകോവിലാർ നമസ്കാര മണ്ഡപത്തിൽ തൊട്ടു തഴുകിയൊഴുകുന്നു. മുൻകാലങ്ങളിൽ ഇടപ്പള്ളി സ്വരൂപത്തിൻ്റെ വകയായിരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം ഇടപ്പള്ളി നമ്പൂരാക്കന്മാരും ദേവസ്വം ഊരാൾമക്കാരായ കുളനട നമ്പിമഠം, ഞെട്ടൂർ വാഴുവേലി മഠം, തോട്ടക്കോണം മണ്ണിൽ മഠം, വെൺമണി കല്ലമൺ മഠം മുതലായവർ ചേർന്ന് ഹൈന്ദവ വിശ്വാസികളുടെ പിന്തുണയോടും സഹകരണത്തോടും കൂടി നടത്തി വന്നിരുന്നു. പ്രതിവർഷം 5000 പറ നെൽപ്പാടവും 12 കരകളിലെ കരഭൂമികളിലെ ആദായങ്ങളും മറ്റുമായി തികഞ്ഞ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ക്ഷേത്രമായിരുന്നു. എന്നാൽ 1969 ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ കരാളഹസ്തങ്ങളിൽപ്പെട്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒഴികെ എല്ലാ സ്ഥാവര വസ്തുക്കളും പാട്ടക്കാർക്കും കൈവശക്കാർക്കും സ്വന്തമായി.
സാഹചര്യത്തിൽ ക്ഷേത്രകാര്യങ്ങൾ പഴയപടി നടത്തുവാൻ സാധിക്കാത്ത അവസ്ഥയായി. ആ അവസരത്തിൽ മുളമ്പുഴ, മൂടിയൂർ കോണം, തോട്ടക്കോണം, മങ്ങാരം, ഞെട്ടൂർ, മാന്തുക, കൈപ്പുഴ, പനങ്ങാട്, തോന്നലൂർ, കൂരമ്പാല, പൂഴിക്കാട്, കടയ്ക്കാട് എന്നീ 12 കരകളിൽ നിന്നുള്ള ഹൈന്ദവ പ്രതിനിധികൾ ചേർന്ന് മഹാദേവ ഹിന്ദു സേവാ സമിതിയുടെ മേൽനോട്ടത്തിൽ ക്ഷേത്രഭരണം പൂർവാധികം ഭംഗിയായി നടന്നുവരുന്നു. കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാരായ പന്തളം നീലകണ്ഠൻ, രാമകൃഷ്ണൻ, കുട്ടിശങ്കരൻ, രാജഗോപാലൻ എന്നീ ആനകൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. അതിൽ പന്തളം നീലകണ്ഠൻ ആനയെപ്പറ്റി ഐതിഹ്യമാലയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠയായ മഹാദേവനെ കൂടാതെ ഗണപതി, മായയക്ഷിയമ്മ, ശാസ്താവ്, നാഗരാജാവ്, സുബ്രഹ്മണ്യൻ, ബ്രഹ്മരക്ഷസ്, രക്ഷസ് എന്നീ ഉപദേവന്മാരും ഉണ്ട്. ധനുമാസത്തിലെ ചതയം നാളിൽ കൊടികയറി തിരുവാതിര നാൾ ആറാട്ടോടെ അവസാനിക്കുന്ന രീതിയിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. വൃശ്ചിക മാസത്തിലെ കാർത്തിക, കുംഭമാസത്തിലെ തിരുവാതിര, ശിവരാത്രി എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ മറ്റു വിശേഷങ്ങൾ. പ്രധാന ശ്രീകോവിലിന്റെ മുൻപിലുള്ള നമസ്കാര മണ്ഡപത്തിലുള്ള കൊത്തുപണികൾ പൗരാണിക വാസ്തുകലയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്.
ഭക്തജനങ്ങളെ, നമഃശിവായ. ഞാൻ ക്ഷേത്രം ശാന്തി പന്തളം മഹാദേവ ക്ഷേത്രം ശാന്തി ശ്രീരായ നമ്പൂതിരി, തോട്ടത്തിൽ മഠം, വാളകം. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പന്തളം മഹാദേവ ക്ഷേത്രത്തിലെ പൂജാക്രമങ്ങളെക്കുറിച്ചും സമയത്തിനെക്കുറിച്ചുമാണ്. രാവിലെ 4 മണിയോടുകൂടി പള്ളി ഉണർത്തുന്നതും 5 മണിക്ക് ക്ഷേത്രം തുറന്ന് നിർമ്മാല്യ ദർശനവും 5:30 അഭിഷേകവും നടത്തപ്പെടുകയും തുടർന്ന് 6:30 ഉഷപൂജയും അതിനുശേഷം ശിവേലിയും അതിനുശേഷം എതിർത്ത് പൂജയും പിന്നീട് ശംഖാഭിഷേകത്തോടുകൂടി പന്തീരടി പൂജയാണ് ഇവിടെ രാവിലെ നടക്കുന്നത്. അതിനുശേഷം ഉച്ചപൂജയ്ക്ക് ജലധാരയും ശംഖാഭിഷേകവും ഉണ്ട്. അതിനുശേഷം ഉച്ചശിവേലിയും നടയടയ്ക്കുകയും ചെയ്യുന്നു. ഇതിനിടയ്ക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഗണപതി ഹോമം രാവിലെ 5:30 നടത്താവുന്നതും 8:30 മൃത്യുഞ്ജയ ഹോമവും ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ഉപദേവതയായി മായാക്ഷിയമ്മയും ഉപദേവതന്മാരായി ശ്രീ ശാസ്താവും സുബ്രഹ്മണ്യസ്വാമിയും ഉണ്ട്. അതിനുശേഷം വൈകിട്ട് ക്ഷേത്രം 5:30 തുറക്കുകയും 6:30 ദീപാരാധനയും 7:30 അത്താഴപൂജയും തുടർന്ന് ശിവേലിയും ഉണ്ട്. പന്തളം മഹാദേവ ക്ഷേത്രത്തിൽ മാത്രം ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്തളത്ത് മഹാദേവർ കുടുംബസമേതം പാർവതിയും സുബ്രഹ്മണ്യനും ഗണപതിയോടും കൂടി അണരുന്ന ഒരു മഹാക്ഷേത്രമാണിത്. 5 പൂജയും ശിവേലിയാണ് നടക്കുന്നത്. ശബരിമല തീർത്ഥാടകരുടെ ഒരു പ്രധാന ഇടത്താവളമാണ് പന്തളം മഹാദേവർ ക്ഷേത്രം. പന്തളം കൊട്ടാരം സന്ദർശിക്കാനെത്തുന്ന ശബരിമല തീർത്ഥാടകർ വിരിവെക്കുന്ന ഒരിടമാണ് ഈ ക്ഷേത്രം. അയ്യപ്പസ്വാമി വളർന്ന പന്തളം കൊട്ടാരം ഈ ക്ഷേത്രത്തിന്റെ അടുത്തു തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പന്തളം കൊട്ടാരവും അയ്യപ്പൻ കുളിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്ന കുളവുമെല്ലാം ഭക്തർക്ക് കാണാവുന്നതാണ്. ഈ ക്ഷേത്രത്തിന്റെ പിറകുവശത്തായി ഒരു രുദ്രാക്ഷ മരം നിൽക്കുന്നുണ്ട്. കാടുകളിൽ മാത്രം കണ്ടുവരുന്ന ഈ വൃക്ഷം നാട്ടിൽ അപൂർവമായി മാത്രമേ വളരാറുള്ളൂ. അച്ഛൻ കോവിലാർ മുക്കാൽവട്ടം പ്രദക്ഷിണം വയ്ക്കുന്ന ശ്രീകോവിലിൽ അമരുന്ന പന്തളം മഹാദേവർ ഭക്തർക്ക് അനുഗ്രഹാശിസ്സുകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ക്ഷേത്രവുമായി എത്തുന്നതുവരേക്കും നന്ദി, നമസ്കാരം.